ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മന്തി റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് ബസ്മതിയുടെ റൈസാണ്. അത് നമ്മളൊന്ന് നല്ലോണം കഴുകിയതിന് ശേഷം ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അതിനുശേഷം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് അതൊന്ന് ഊറ്റിയെടുക്കാം. നമുക്ക് വെള്ളമൊക്കെ ഒന്ന് പോകുന്ന രീതിയിൽ നല്ല ഊറ്റിയെടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലോട്ട് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ നാരങ്ങനീരും ചേർത്ത് ഒന്ന് തിളപ്പിക്കാം. കുറച്ച് വെജിറ്റബിൾ ഓയിലും കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ അരി തമ്മിൽ ചേരാതെ നല്ല ക്രിസ്പിനെസ് ആയിട്ട് നമുക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് അരിയൊക്കെ ഊറ്റി വെച്ച അരി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് തിളപ്പിക്കാം. അടച്ചു വെച്ച് തിളപ്പിക്കണമെന്നില്ല, തുറന്ന് വെച്ച് തന്നെ നമുക്ക് തിളപ്പിക്കാം. നന്നായിട്ട് വേകേണ്ട ആവശ്യമില്ല, ഒന്നിങ്ങനെ കടിക്കാൻ പാകത്തിന് വെന്താൽ മതിയാവും. അതിനുശേഷം നമുക്കത് ഊറ്റിയെടുത്തിട്ട് നമുക്കിനി അടുത്ത പണിയിലേക്ക് കിടക്കാം. ചിക്കൻ മന്തിയാണ് വെക്കുന്നത്. അതുകൊണ്ട് ചിക്കൻ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് നമുക്ക് അതിന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വരഞ്ഞൊക്കെ കൊടുക്കാം. അതിനുശേഷം മസാല കൂട്ടാനുള്ള ഐറ്റംസ് നമുക്ക് നോക്കാം. ചിക്കൻ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് സുർക്ക കയ്യിൽ കുറച്ച് വെള്ളം കൂടെ ആക്കിയിട്ട് നന്നായിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ നല്ല ഒരു ക്രിസ്പിനെസ് കിട്ടും നമ്മുടെ ചിക്കന്. അതുപോലെ മസാലക്കൂട്ടിന് ഞാൻ എടുത്തിട്ടുള്ളത് മന്തി മസാലയുടെ ഒരു പാക്കറ്റും, അതുപോലെ മാഗി ക്യൂബ് കിട്ടില്ല, അത് 2 കട്ടയും, പിന്നെ സുർക്ക 2 ടീസ്പൂണാണ്. അത് നന്നായിട്ട് കുഴച്ചിട്ട് നമുക്ക് ചിക്കൻ സുർക്ക ഇതാക്കി വെച്ച വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് വെള്ളമൊന്നുമില്ലാത്ത രീതിയിൽ നമുക്ക് ഒന്ന് മാവ് കൂട്ടിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 15-20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്ക് ഒരു കുക്കർ ചൂടാക്കാൻ വെക്കാം. കുക്കറിലാണ് നമ്മൾ മന്തി ഉണ്ടാക്കാൻ പോകുന്നത്. കുക്കറിൽ വെജിറ്റബിൾ ഓയിൽ നമ്മൾ ഒഴിച്ചിട്ട് അതിൻ്റെ അടിഭാഗം മൊത്തം കവർ ചെയ്യുന്ന രീതിയിൽ വെജിറ്റബിൾ ഓയിൽ ഒഴിക്കണം. അതിനുശേഷം നമ്മൾ അതിലേക്ക് ഇടാൻ പോകുന്ന സാധനങ്ങളാണ് നമ്മളിപ്പോൾ കാണിച്ചിട്ടുള്ളത്. അതൊക്കെ കുറച്ചിട്ടായിട്ട് നമുക്ക് എണ്ണ ചൂടായതിന് ശേഷം അതിലോട്ട് ഇട്ടിട്ട് ഒന്ന് മെല്ലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ചൂടാക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ചിക്കന് ഒന്ന് ഒരു വിസിൽ വരുന്ന വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതിലോട്ട് ഇട്ടിട്ട് ഇപ്പം ഞാൻ വേവിക്കാൻ വെക്കുകയാണ്. അതുപോലെ ഒരു വിസിൽ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം. അതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം തുറന്നു കൊടുക്കണം, അല്ലെങ്കിൽ കുക്കർ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത. അപ്പോൾ പ്രഷറൊക്കെ പോയി. ഇപ്പോൾ ഇതാണ് ചിക്കൻ്റെ അവസ്ഥ. നന്നായിട്ട് കുറച്ചൊക്കെ വെന്തിട്ടുണ്ട്, എന്നാൽ നന്നായിട്ട് വെന്തിട്ടില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള ആ ചോറ് എടുത്തിട്ട് ഈ ചിക്കൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ എല്ലാം കുക്കറിൽ കൊള്ളുന്ന അതേ അവസ്ഥയിലാണ് ഞാൻ ആക്കി കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ആക്കിയതിന് ശേഷം നമുക്ക് മാറ്റി വെച്ചിട്ടുള്ള സ്റ്റോക്കും, പിന്നെ എരിവിന് വേണ്ടിയിട്ട് 2 പച്ചമുളക് ഞാൻ കുത്തി കൊടുക്കുന്നുണ്ട്. മാറ്റി വെച്ചിട്ടുള്ള സ്റ്റോക്ക് നന്നായിട്ട് അതിന് മേലെ കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഫുഡ് കളറിന് ഞാനിവിടെ ചേർത്തിട്ടുള്ളത് ഫുഡ് കളറൊന്നും നല്ലതല്ലാത്തതുകൊണ്ട് ഞാൻ മഞ്ഞൾപ്പൊടി ഒരു തുള്ളി എടുത്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. കുക്ക് ചെയ്തിട്ട് അവസാനം വരുന്ന അവസ്ഥ ഇതാണ്. നല്ല അടിപൊളി മന്തി റെഡി ആയിട്ടുണ്ട്. നമുക്കത് വേറൊരു പാത്രത്തിനകത്തോട്ടേക്ക് മാറ്റി കൊടുത്തിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ വീട്ടിലെ മന്തി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.